ഇനി CPM-ന് കേരളത്തിൽ രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം അത്രയും വലിയ തകർച്ചയാണ് സംഭവിച്ചിട്ടുണ്ട്. തിരുത്തി വരുമെന്നുള്ള പ്രതീക്ഷ ഇല്ല എന്നാണ് പറയുന്നത്. അതെല്ലാ കാലത്തും നടത്താറുണ്ട്. അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല എന്നുള്ളത് തെരഞ്ഞെടുപ്പ് വേണ്ടി. അത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പിലും കണ്ട. അതിൻ്റെ മുമ്പ് ഇടക്കിടക്ക് ഇങ്ങനെ തിരുത്തും. രേഖ വരും. CPM-ൻ്റെ പ്രധാനപ്പെട്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ രേഖയാണ്. ആ രേഖ വെച്ചിട്ട് 2 ദിവസം ചർച്ച ചെയ്യും. ജില്ലാ കമ്മിറ്റി സെക്രട്ടേറിയറ്റ് ഒരു ദിവസം ചർച്ച ചെയ്യും. 2 ദിവസം ജില്ലാ കമ്മിറ്റി, 3 ദിവസത്തെ ആയുസ് പോയി. പിന്നെ 12 ദിവസവും 14 ദിവസവും നീണ്ടു നിൽക്കുന്ന പഠന ക്ലാസ് EMS അക്കാഡമിയിൽ വെച്ച് നടത്തും. അത് ഒഴിഞ്ഞ കെട്ടിടം. അവിടെ എന്തെങ്കിലും വേണ്ടേ? 14 ദിവസം. അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകൻ്റെ 14 ദിവസത്തെ ആയുസും പോയി. ഇതിലൊന്നും ക്രിയേറ്റീവായിട്ടുള്ള റിസൾട്ട് ഇന്നേവരെ ഉണ്ടാക്കാൻ CPM-ന് കഴിഞ്ഞിട്ടില്ല. ഇപ്പം നടത്തുന്ന തിരുത്തലൊക്കെ ഇപ്പോൾ ഈ ആളുകളെ ബോധ്യപ്പെടുത്താനുള്ളതാണ്. ഞങ്ങൾ തോറ്റിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഒറ്റപ്പാലത്ത് മത്സരിച്ചിട്ടുള്ള ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ തോറ്റിട്ടില്ല എന്ന് പറഞ്ഞാൽ വല്ല അർത്ഥമുണ്ടോ? തോറ്റതാണ്, അത് അംഗീകരിക്കണം. തോറ്റതാണ്, തോൽവി അംഗീകരിക്കാനുള്ള മനസ്സുണ്ടാവണം. അതല്ല കാണിക്കുന്നത്. ഇപ്പോൾ ഷൊർണൂർ മണ്ഡലത്തിൽ വോട്ട് കുത്തനെ കുറഞ്ഞില്ലേ? 1 ലക്ഷത്തോളം വോട്ടുകൾ പാലക്കാട് ജില്ലയിൽ കുറഞ്ഞു. എന്താ കാരണം? പാർട്ടി പരിശോധിക്കില്ല. എന്താ കാരണം? പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിന് സംസ്ഥാന സെക്രട്ടറി ഉണ്ടല്ലോ, അയാൾ ഏറ്റവും വിശ്വസ്തനാണ്. ഈ തോന്നിവാസങ്ങളെല്ലാം കാണിക്കുന്ന ഈ നേതൃത്വം. അതുകൊണ്ട് ഇവർ തിരുത്തില്ല. ഇവർ ഒരിക്കലും തിരുത്താൻ പോകുന്നില്ല. കഴിഞ്ഞ ഈ ഏറ്റവും അവസാനത്തെ 2ാമത്തെ ടേമിലുള്ള ഭരണം, പ്രത്യേകിച്ച് ആ 5 കൊല്ലക്കാലത്തെ ഭരണത്തിനിടയിൽ പരിപൂർണമായും ഇടതുപക്ഷ നയങ്ങളിൽ നിന്ന് വ്യതിചലിക്കുകയും കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് മാറി നിൽക്കുകയും കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുകയും ചെയ്യുന്ന ഏറ്റവും ദയനീയമായൊരു പതനത്തിലേക്ക് CPM എത്തിച്ചത് ഇപ്പോഴത്തെ സംസ്ഥാന നേതൃത്വവും പാലക്കാട് ജില്ലയിലെ നേതൃത്വവും. ഇതുപോലെയുള്ള ജില്ലകളിൽ പല ജില്ലകളിലും ഇത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്.